മുമ്പിലും എപ്പം ദൈവം അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങളെ ഇവർ ഡയറക്റ്റായിട്ട് ഏറ്റു പറയത്തില്ല. എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് ക്ഷീണമാണ്. പലരും എന്തിനുണ്ട് കരിസ്മാറ്റിക്കാരെ എതിർക്കാൻ കാര്യം എന്താണ്? കരിസ്മാറ്റ് മേഖലയിലെ ഒരു സൈദ്ധാന്തിക ആശയ ദൈവത്തെയൊന്നും അല്ല പറയണത്. വി ആർ സ്പീക്കിംഗ് ആൻഡ് പ്രൊക്ലൈം ദ ടാൻജിബിൾ ഗോഡ്. നമുക്ക് തൊടാവുന്ന ദൈവത്തെയാണ് പറയണത്. ഇപ്പോൾ യുവമാർക്ക് പേടിയാം. എന്താ കാര്യം? അയ്യോ, ദൈവം സത്യമായിട്ട് ഉണ്ടെന്ന് അനുഭവിച്ചാൽ പിന്നെ നമ്മൾ അഭ്യാസങ്ങൾ നടക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കേണ്ടി വരും. അത് പേടിയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിൻ്റെ അഭിഷേകം കിട്ടിയ സിമ്പിളാണിത്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വിശുദ്ധന്മാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവർക്ക് അവർ വലിയ ആനക്കാര്യം ഒരു ആനക്കാരും ചെയ്തിട്ടില്ല. ഇൻക്ലൂഡിങ് മദർ തെരേസയെക്കുറിച്ചും എന്താണ്, ഇപ്പോൾ മദർ തെരേസ കോടികൾ പോലും എനിക്ക് തന്നാലും അവർ ചെയ്യണ ജോലി ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആത്മകഥയെ വായിക്കും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, മദറിനത് സിമ്പിളാണ്. ഒരു കുഷ്ഠരോഗിയുടെ പുഴുവെടുത്ത് അരിച്ച് കളയുന്ന സ്ഥലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നതോ അല്ല പുഴുവരിച്ച് കളയണതോ ഒക്കെ എടുത്ത് മാറ്റണമൊക്കെ സിമ്പിളാണ്. എന്താ കാര്യം? ദൈവസ്നേഹത്തിൽ അതിൻ്റെ അഭിഷേകം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് അഭിഷേകം എന്ന് പറയുന്നത്? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാനാവില്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? അത് ചെയ്യാനുള്ളൊരു ആകർഷണമുണ്ട്. എല്ലാം ഒരു ആകർഷണമാണ്. ഇപ്പം ഞങ്ങൾ സെലിബ്രേറ്റായിട്ട് ഇപ്പം ഞാൻ 62 വർഷമായി അല്ലെങ്കിൽ 36 വർഷമായിട്ട് പൗരോഹിത്യത്തിൽ നിൽക്കുക. ഇനി ഒരു ജന്മം കിട്ടിയാലും ഇതിന് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓപ്ഷൻ ഇല്ലെന്ന് പറയും. കാര്യം വെച്ചാൽ ഞാൻ കുടുംബജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടാവുന്ന റിട്ടേൺസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. കാര്യം ഞാനൊരു 21 ലക്ഷം കുടുംബങ്ങളെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് നല്ല കുടുംബങ്ങളുണ്ട്, ദൈവാശ്ചര്യമുള്ള കുടുംബങ്ങളുണ്ട്, അല്ലാത്ത കുടുംബങ്ങളുണ്ട്, മീഡിയം ഫാമിലീസുണ്ട്. ഒരു ഫാമിലി വളർന്നാൽ എന്തുമാത്രം വളരാൻ പറ്റും എന്നെനിക്കറിയാൻ പറ്റും. പക്ഷെ ഒരു പൗരോഹിത്യം വളർന്നാൽ അതിനൊരു അറ്റവും ഉണ്ടാകത്തില്ല, അറുതിയും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ഇവൻ ഫുൾ ടൈമർ കൃപയാണ്, ഫുൾ ടൈമർ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. അതിൽ ആകർഷണം കിട്ടിയിരിക്കുകയാണ്, അതിൽ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. അതിൽ നിന്നുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ തലകുത്തി പറഞ്ഞാലും എപ്പോഴും കരുണയുടെ വർഷം പ്രഖ്യാപിച്ചെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ പ്രസംഗിച്ചത് എന്താണെന്നറിയാവോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കരുണയെ ചുമ്മാ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് തരം താഴ്ത്തരുത്. ലോകത്തോട് കാണിക്കുന്ന സഭയാണെങ്കിൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? യേശുവിനെ അറിയാത്തവരെ അറിയിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ മറ്റ് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യവും അതുപോലെ തന്നെ അഭയം നൽകുന്ന കാര്യവും അതൊക്കെ യേശുവിന് മുമ്പ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. യേശുവിന് ശേഷമൊന്നുമല്ല ആൾക്കാർ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തുടങ്ങിയത്. യേശുവിന് മുമ്പും ആൾക്കാർ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുമായിരുന്നു. തോബിയാസിനൊക്കെ പുസ്തകത്തിൽ എന്താ, മരിച്ചവനെ അടക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നീ തെരുവീഥികൾ ചെല്ലൂ, അവിടെ ചെന്ന് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാത്തതുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ, അവന് വരുന്നവരെ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നോളാമെന്ന് തോബിയാസ് മകനോട് പറയണതേ പുതിയ നിയമത്തിൽ പോലും ഇല്ല സംഭവം. താറ്റിമിസാൻ്റെ അർത്ഥം എന്താ? അവൻ പക്ഷേ വന്നിട്ട് എന്താ പറയണത്? ഒരു ശവം കണ്ടെന്നാ പറയണത്. അപ്പോൾ തോബിയാസ് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റിട്ട് പോയി ആ ശവം മാറ്റി വെച്ചും അവിടെ ഇരുന്ന് സന്ധ്യാവോളം സാപത്ത് കഴിഞ്ഞിട്ട് അടക്കിയിട്ടാണ് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കണത്. അത്രയും തീഷ്ണമായിട്ട് പുതിയ നിയമത്തിലില്ല. അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യേശുവിന് മുമ്പേ ഇവിടെ മനുഷ്യത്തിൻ്റെ മാനവികതയോടുകൂടി ജീവിക്കുന്ന, ശവത്തോടും ജീവിച്ചിരിക്കുന്നവരോടും ഒരേ ബഹുമാനം കാണിക്കുന്ന ഒരു സമൂഹം, യഹൂദ സമൂഹം നിലനിന്നിരുന്നു എന്നുള്ള ആ സമൂഹത്തിൻ്റെ മൂല്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയ നിയമത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ ശത്രു സ്നേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണേൽ പറയാം.
കർത്താവ് പറഞ്ഞതാണ്, നീ നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിൻ്റെ അയൽവാസികളെ സ്നേഹിക്കുക. അത് യഹൂദനില്ലാത്തൊരു കുറവാണ്. അതിൽ നിന്ന് ഉയർത്തിയപ്പോൾ മാനവരാശി തന്നെ ഒപ്പം ഉയർന്നു പോയി. മാനവികത, അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. മാനവിക ഉത്തുംഗമായ മഹത്വപൂർണമായ മാനവികതയുടെ അവസാന വാക്കാണ്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും ആ മാനവികതയ്ക്ക് വേണ്ടി കരുണ കാണിക്കുമ്പോഴും ആ കരുണയ്ക്കൊരു പരിമിതിയുണ്ട്. എന്താ കാരണം? യേശുക്രിസ്തുവിനെ അറിയിക്കുകയാണ് സഭയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. അത് യേശുവിൻ്റെ വചനങ്ങൾ ലഭിക്കുന്ന കുറച്ച് വചനങ്ങളെ, ഇതുപോലെയുള്ള വചനങ്ങളെ ഗുഡ് സാമരിറ്റൻ എക്സാമ്പിൾ അനുസരിച്ചെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരങ്ങളും വഴി വ്രണപ്പെട്ട് കിടക്കുന്നവരെ താങ്ങിയെടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ആ ഗുഡ് സാമരിറ്റൻ്റെ വ്യക്തിക്ക് ശരീരം മാത്രമല്ല ഉള്ളത്, അവനൊരു ആത്മാവുണ്ട്. അത് ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ, ദൈവമേ, അങ്ങ് ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു, നിന്നിലെത്തുന്നവരെ ഞാൻ എൻ്റെ ആത്മാവ് എന്തുമാത്രം അസ്വസ്ഥമാകുന്നു. അതാണ് പാട്രിക്സ് ആയിട്ടുള്ള സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ. സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ ശരീരത്തെക്കുറിച്ചുള്ള വ്യാപരാതി അല്ലായിരുന്നു. സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ചായിരുന്നു. ഗുഡ് സമരിറ്റനെക്കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഗുഡ് സമരിറ്റൻ്റെ ആത്മാവിനെക്കുറിച്ച് വ്യവരാതി കൊള്ളുന്ന ഒരു സഭയുടെ കാലികമായ ബാധ്യതയെക്കുറിച്ച് കരുണയുടെ വർഷത്തിൽ പോലും സഭ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സംതിങ് റോങ് സംവെയർ എൽസ്. അതന്നും ഞാൻ പറയും, ഇന്നും ഞാൻ പറയും. സഭയുടെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. പിന്നെ എന്താണ്? അറിഞ്ഞവനെ ആ അറിവിൽ ആഴപ്പെടുത്തുക. അതൊരു കാരുണ്യപ്രവൃത്തിയാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഇപ്പോഴെന്താണ് ഈ നിഷാ വിൻസന് സംഭവിച്ചിരിക്കുന്നത്? അവർ യൂട്യൂബിൽ കാണിച്ച് അലർജി വന്ന കൈ കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചു, കൈ ചൊള്ളച്ച് പൊട്ടി, മുമ്പത്തേക്കാൾ വികൃതവും വേദനയുമായി. പേടിച്ചുപോയി അവർ. വിശ്വാസത്തിൻ്റെ വഴികളിൽ ഇതുപോലുള്ള ചില അനുഭവങ്ങൾ വരും. അപ്പോൾ അവർ തന്നെത്താൻ ആത്മകഥം പോലെ പറയണം, ദൈവമേ, കർത്താവിനെ പരീക്ഷിക്കേണ്ടായിരുന്ന, വെറുതെ അലർജി ആ വല്ലോടത്ത് ഇരുന്നാൽ മതി, പണ്ടത്തെ പോലെ ഞാൻ കണ്ടു വന്നാൽ മതിയായിരുന്നു. എന്താ, ദൈവം പോലെ ഇത് ആറാമത്തെ വയസ്സ് വന്ന അലർജിയാണ്, ഇനിയിപ്പോൾ ഇത് ദൈവം പോലും ഇത് എടുക്കുന്നത് ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വിഷയത്തെ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് ദൈവ തിരുസേനയിൽ വെക്കാത്തതിൻ്റെ കാരണം നമുക്ക് അത് വെക്കാനുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവളൊരു പരീക്ഷത്തിന് ഒരുങ്ങുകയാണ്. ചുമ്മാ വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിച്ചപ്പോൾ എന്നാ പറ്റി? വെളുക്കാൻ തേക്കണ പാണ്ടായി. ഇത് പറ്റി? കൈ ചീർത്തോടുകൂടി കർത്താവിനോട് ഇവൾ സോറി പറഞ്ഞു. കർത്താവെ, ഞാനങ്ങ് എൻ്റെ വിശ്വാസത്തെ ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പ് തരണം, എനിക്ക് പഴയതുപോലെ ആയാൽ മതി. എന്താ, അലർജിയെങ്കിൽ അലർജി, 6 വയസ്സുള്ള അലർജിയെങ്കിൽ അലർജി, അതുപോലെ ആയാൽ മതി. ഇതെന്ന് പറഞ്ഞപ്പോൾ ചീർത്ത് വീർത്ത് കൈ മറ്റു നാട്ടുകാരെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എനിക്ക് പഴയ അവസ്ഥയെ വന്നാൽ മതിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സ് മുതൽ അലർജി ഉണ്ടല്ല, ആ കുരുവൊക്കെ കൊമ്പി നിൽക്കുന്ന അവസ്ഥ, അതിലേക്ക് വന്നാൽ മതി എന്നാണ് മനസ്സുകൊണ്ട് അവർ ഓർക്കണത്. ദാറ്റ് മീൻസ് എന്താണ്? ഷീ ഈസ് റെഡി ടു അക്സെപ്റ്റ് ദ ഓൾഡ് ക്രോസ്. പഴയ കുരിശ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ്? ഒന്നിനും വേണ്ടിയല്ല. ഇങ്ങനെ ഒന്നിനും വേണ്ടിയല്ലാതെ, ആർക്കും വേണ്ടിയല്ലാതെ, ഉടമസ്ഥനില്ലാത്ത എന്തുമാത്രം സഫറിങ്സാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചിന്തിക്കണം. കാര്യം ആ വിഷയം ഞാൻ ഉടമ്പടി വെച്ചില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയണില്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ചേച്ചിയുടെ നമ്മളെ ത്രശ്യാമക്കുര്യൻ കടത്തുരുത്തില്ലേ, എന്താ സംഭവിച്ചിരിക്കണത്? അവർ ഇവിടെ ഉടമ്പടി ചെയ്തപ്പോൾ പുതുക്കിയപ്പോൾ അവരോട് ആരോ പറഞ്ഞ് പുതുക്കിയ ആൾക്കാർ അച്ഛൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതൊക്കെ ഇവരുടെ മനസ്സിൽ ഇതൊക്കെ പോകുന്ന കാര്യം, ചിന്തിക്കുന്ന കാര്യം അറിയത്തില്ല. അവരെല്ലാവരും കൂടി വന്ന് കണ്ട് എല്ലാവരെയും പ്രാർത്ഥിക്കണ പോലെ അവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരെ പ്രാർത്ഥിച്ചു. പക്ഷെ അവർ സാക്ഷ്യം എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ? ഈ ആമവാദം ഇങ്ങനെ വീർത്തിക്കണ, ശരീരം മുഴുവൻ വീർത്തി കെട്ടിയിരിക്കുന്ന ബോഡിയില്ലേ, ഉപ്പ് മാങ്ങാ പോലെ ഒട്ടിപ്പോയെന്നാ. അതാ അവരുടെ വാക്കി വൈന്ന് വന്നിരിക്കുന്നത്. ഉപ്പ് മാങ്ങാ പോലെ ഒട്ടിപ്പോയെന്നാ.
അപ്പം അതിൻ്റെ താഴെ സാക്ഷ്യം ഇട്ടിരിക്കുന്നവർ ഇട്ടിരിക്കുന്നത് യേശു ക്രിസ്തു ഇന്നും ജീവിക്കണമെന്നാണ്. നിൻ്റെ ഏത് രോഗങ്ങളും ഏത് വിഷയങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം എന്താണ്, 13 വർഷമായിട്ട് കേരളത്തിലെ മുഴുവൻ ആശുപത്രിയിലും പോയിട്ടും കുട്ടികളില്ലാത്ത വ്യക്തി, നീ പോ, കർത്താവ് നിന്നെ കുഞ്ഞിനെ തരും എന്നീ അടുത്തായെന്ന് പറയുമ്പോൾ ഈ വിശ്വാസത്തിലേക്ക് വന്നൊരു വഴികളുണ്ട്. ശരിക്കും നല്ല സങ്കടകരമായ വഴികളാണ്, ചെറിയ വഴികളൊന്നുമല്ല, സങ്കടകരമായ വഴികളിലൂടെയാണ്. അപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ സങ്കടകരമായ വഴികളിലൂടെ ദൈവം കൊണ്ടുപോകണ എന്തിനാ? വിശ്വാസം ഉറപ്പിക്കാനാണ്. അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഞാൻ ഈശോയോട് പലപ്പോഴും ചോദിച്ചിട്ടേ, ഈശോ വചനം വായിക്കുമ്പോഴൊക്കെ ഈശോയുമായിട്ട് പലപ്പോഴും ഞാൻ തർക്കിക്കാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഈശോയ്ക്ക് സ്വഭാവത്തിലുള്ളത് നമുക്ക് ഈശോയുമായിട്ട് സഞ്ചരിക്കണമെങ്കിൽ ഈശോയുടെ സ്വഭാവം പഠിക്കണം. ഈശോയുടെ സ്വഭാവം പഠിക്കാത്ത കൊണ്ടാണ് ഈ ആൾക്കാർക്ക്, അമ്മയ്ക്കാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് പച്ചവെള്ളം പോലെ ഈശോൻ്റെ സ്വഭാവം അറിയാം. അത് കാരണം ഈ അമ്മ ക്ഷോഭിക്കത്തില്ല. എന്താ കാര്യത്തിൽ എന്തെല്ലാം വിഷയം ഇപ്പം ഈശോയുടെ ഭാഗത്തുനിന്ന് ക്ഷോഭകരമായ അനുഭവങ്ങളുണ്ടാവും ഈശോയുടെ ഭാഗത്തുനിന്ന്. എന്താ കാര്യം ക്ഷോഭകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നസ്രത്തിൽ നിന്ന് ഇവർ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും 3 ദിവസത്തെ വഴി അവർ തിരിച്ച് നടക്കുമ്പോഴാണ് ഔസേപ്പിതാവും മാതാവും തമ്മിൽ കണ്ടെത്തിയിട്ട് കൊച്ചു കയ്യിലില്ല, ഈശോനെ കാണാനില്ലെന്ന് പറയണത്. അപ്പോൾ അവർക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര സംഭ്രമം എന്ന് വെച്ചാൽ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടേ ഔസേപ്പിതാവിന് പേടിയുണ്ട്. മത്തായി ശ്രീകാട് സുവിശേഷം 2:22 ആ പേടി. അർക്കലാവോസാണ് ഭരിക്കണമെന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് പോകാൻ അദ്ദേഹത്തിന് പേടിയായിരുന്നെന്ന്. അർക്കലാവോസ് ആരാണ്? ഹെരോദിൻ്റെ മകൻ. ഈ അർക്കലാവോസ് തന്നെയാണ് കൊല്ലണ ആൾ തന്നെ, അപ്പൻ്റെ അതേ സ്വഭാവക്കാരനാണ്. യോഹന്നാൻ മാന്താനെ കൊന്നത് അർക്കലാവോസാണ്. നമ്മുടെ സ്നാപ യോഹന്നാൻ്റെ തല വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് ആരാണ്? ഈ അർക്കലാവോസാണ്. അർക്കലാവോസിൻ്റെ കാലത്താണ് കർത്താവ് ജൂദയായാലും ഗലീലിലും ജോലി ചെയ്യണത്. അങ്ങനെയുള്ള അപകടകരമായ ത്രട്ടണിങ്ങുള്ള ഒരു ടൈം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഔസേപ്പിതാവ് എൻ്റെ മകന് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറയത്തില്ലേ 2:48 ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേ എത്ര ദിവസത്തെ വഴി കഴിഞ്ഞിട്ടാണ്. ഞാനത് കണക്കൂട്ടി നോക്കി. വാക്കബിൾ ഡിസ്റ്റൻസ് ജെറുസലേമിൽ നിന്ന് നസ്രത്ത് വരെ അന്നത്തെ കാലത്തെ വാക്കബിൾ ഡിസ്റ്റൻസ്, ഒരു ദിവസം ഒരു വ്യക്തിക്ക് നടക്കാവുന്ന ദൂരം 19 കിലോമീറ്റർ. 3 ദിവസം എന്ന് പറയുമ്പോൾ 57 കിലോമീറ്റർ. ദാറ്റ് മീൻസ് ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ മരപ്പണിക്കാരനും ഹൗസ് വൈഫും കൂടി നടക്കുകയാണ് 57 കിലോമീറ്റർ. എവിടെ നിന്നാണ്? ജെറുസലേമിൽ പോയിട്ട് നേരെ തിരിച്ച് 3 ദിവസത്തെ വഴി നടന്നപ്പോൾ 57 കിലോമീറ്ററായി. ഇപ്പോൾ ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ എടപ്പള്ളി വരെ ഉണ്ട്, കൃപാസനത്തിൽ നിന്ന് എടപ്പള്ളി വരെ. അപ്പോൾ ഈ കൃപാസനത്തിൽ നിന്ന് എടപ്പള്ളി വരെയുള്ള സംഭവം ഈ ഭാര്യയും ഭർത്താവും കൂടി പല കൂട്ടുകാരുടെ കൂടെ നടന്ന് ഇവിടെ തിരിച്ചെത്തിയപ്പോഴാണ് ആൾ കൂടെ ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ 57 കിലോമീറ്റർ 114 കിലോമീറ്റർ തിരിച്ച് നടക്കണം. 57 കിലോമീറ്റർ ഇങ്ങോട്ടാണേ. നടന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 114 ആയില്ലേ. അപ്പോൾ 114 കിലോമീറ്റർ ഈശോ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്ന സഹനമാണ് ഇത്. അതായത് ഈശോ ഉണ്ടാക്കി കൊടുത്ത ട്രബിളുകൾ, നമ്മുടെ ജീവിതത്തിൽ ഈശോ ഉണ്ടാക്കി തന്ന ട്രബിളുകൾ കുറേ ഉണ്ട്. നീ വിശ്വാസിയാണെങ്കിൽ ഇതിലൂടെ നിനക്ക് വളരാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഓരോ വ്യക്തിയോട് മകൾ നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് പറയണത് യേശുവിൻ്റെ നാമത്തിലാണ്. കാര്യം യേശു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്ന കുറേ ട്രബിളുണ്ട്. ആ ട്രബിളിനോടെല്ലാം ഒരു ആരോടും പരാതിയില്ലാതെ ഈശോയും ഞാനും മാത്രമായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുള്ള കാലങ്ങളുണ്ടാകും. നാളെ എങ്ങനെയാണ് നമുക്കറിയത്തില്ല. ഇന്ന് വരെ ഉള്ള കാര്യമാണ് ഞാൻ പറയണത്. ഞാനിത് പറയാൻ കാര്യം നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ്.
എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ എന്താ ചെയ്തിരിക്കണത്? ഈ 114 കിലോമീറ്റർ നടന്ന് തിരിച്ചണ്ണാക്കം തള്ളി ഒരു നാരങ്ങ വെള്ളം കുടിക്കാനുള്ള കാശ് പോലും ഇല്ലാതെ തിരിച്ചു ചെല്ലുമ്പോൾ ചോദിക്കണ ചോദ്യം എന്താണ്? എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ. ദാറ്റ്സ് ഓക്കെ. അത് അല്ലല്ലോ ആദ്യം പറയേണ്ടത്. അപ്പം ക്ഷോഭിക്കാൻ പറ്റും തീർച്ചയായിട്ടും. നീ എന്ത് മാങ്ങാത്തിലായി പറയണത്? ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഞങ്ങൾ അണ്ണാക്കം തള്ളി ഇവിടെ ഒന്നാമത്തിൽ ഒരു ഉളിയും കൊട്ടുപടിയും എടുത്തിട്ട് കാണിക്കൽ കാണിച്ചിട്ടാണ് ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഉണ്ടാകുന്ന കാശ് കൂസി കൂട്ടിയാണ് പെരുന്നാളിന് പോണത്. ആ ആളിനെ കൊണ്ട് ഇരട്ടി നടപ്പ് നടത്തിച്ചിരിക്കണത്. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ തങ്ങുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടെ നിന്നേനെ. അങ്ങനെ ഒരു വാക്ക് പറയാഞ്ഞതിൻ്റെ പേരിൽ ജീസസ് ഉണ്ടാക്കി കൊടുത്ത ട്രബിൾ ഭയങ്കരമാണ്. പക്ഷെ ആ ട്രബിളിനോടെ ഇവർ കൈവരിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. എന്താണ്? ക്ഷോഭിക്കാത്ത സുവിശേഷം. ഹു ഇസ് മേരി? ആരാണ് അമ്മയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അമ്മ ഒരു ക്ഷോഭിക്കാത്ത സുവിശേഷമാണെന്ന്. ക്ഷോഭിച്ചില്ലല്ലോ. ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും അമ്മ ക്ഷോഭിച്ചില്ലല്ലോ. നിങ്ങൾ പറയാം അമ്മ കുരിശേ കയറിയിരുന്ന്. കാണാത്തത്തിന് കുരിശേ കയറിയിട്ടാണ് അമ്മ അമ്മയായത്. ശ്രുതികട്ടെ. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ, ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ, അമ്മയുടെ ശോഭിക്കാത്ത സുവിശേഷത്തെക്കുറിച്ച് ഇന്നലെയാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് യോനായുടെ ക്ഷോഭമാണ്. യോനായുടെ കർത്താവ് സുവിശേഷ വേല ചെയ്യാൻ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അയാളുടെ വേല ചെയ്ത് സുവിശേഷ വേല ചെയ്തില്ല. അവസാനം അയാളെ തിമിംഗലം വിഴുങ്ങി അയാളെ വീണ്ടും സുവിശേഷത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് അപ്പോഴവിടെ കിടന്നുറങ്ങുമ്പോൾ അയാൾക്ക് ഒരു ചൂരച്ചെടി ദൈവം മുളപ്പിച്ചു കൊടുത്തു തണലിന് വേണ്ടി. അപ്പോൾ ഒരു ഊഴാൻ വന്ന് ഒരു പുഴു വന്ന് ആ തണൽ വെട്ടിക്കളഞ്ഞ്. അപ്പോൾ യോന പുഴുവിനോടല്ല ക്ഷോഭിച്ചത്, ദൈവത്തോട് ക്ഷോഭിച്ചു. അപ്പോൾ അത് യോനയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായമുണ്ട്. ദൈവം യോനായോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി ക്ഷോഭിക്കാൻ നിനക്കെന്ത് കാരണം? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാരണമുണ്ട്, മരണം വരെ ഞാൻ കോപിക്കും. അതാണ് യോന പറഞ്ഞത് 4:9. ദൈവം യോനായോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്ത് കാര്യം? ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്ത് കാരണം? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, കോപിക്കാൻ എനിക്ക് കാരണം, മരണം വരെ കോപിക്കാൻ. അതായത് അപ്പോൾ ദൈവം പറയും, നീ നട്ടില്ല, നീ വളർത്തിയില്ല, അപ്പോൾ അതിനെ വെട്ടിക്കളഞ്ഞപ്പോൾ നിനക്കെന്ത് കാരണം കോപിക്കാൻ? പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അമ്മയാണ് വചനമായി നാട്ടുകാരുടെ മുമ്പിൽ അപമാനത്തോടുകൂടി യേശുവിനെ ഗർഭം ധരിച്ചത്. അമ്മയാണ് ചാണാക്കുഴിയിലെ ഒരു വീട് പോലും കിട്ടാതെ അപമാനിതയായി യേശുവിനെ പെറ്റത്. അമ്മയാണ് കയ്യെ തൂക്കിപ്പിടിച്ച് നടന്ന് ഈ 12 വയസ്സെ വളർത്തിയത്. കോപിക്കാൻ അമ്മയ്ക്ക് അധികാരമില്ലേ? ദൈവവേദലെ, ദൈവത്തോട് അധികാരമുണ്ടെങ്കിലും കോപിക്കാത്ത ഒരു സുവിശേഷ ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു വിശ്വാസി, അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് അമ്മയുടെ ആധ്യാത്മികത. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, പരിശുദ്ധമേ പോലെ ശോഭിക്കാത്ത സുവിശേഷത്തിന്റെ സാക്ഷികളായി വക്താക്കളായ കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അഭിഷേകം ചെയ്യണമേ. നമ്മളിപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ദൈവത്തോട് ക്ഷോഭിക്കാൻ 2 അവസരങ്ങളുണ്ടാവും എപ്പോഴും. ഒന്ന്, ദൈവം തന്നെ ഉണ്ടാക്കി തരുന്ന അവസരങ്ങൾ ക്ഷോഭിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ദൈവത്തോട് ക്ഷോഭിക്കാൻ കാരണമുള്ളപ്പോഴും
കാരണമില്ലാത്തവളെപ്പോലെയാണ് അമ്മ ജീവിച്ചത്. എനിക്ക് ക്ഷോഭിക്കാൻ ഒരു കാരണവുമില്ല. യോനാജു പറഞ്ഞു, എനിക്ക് ക്ഷോഭിക്കാൻ, മരണം വരെ ക്ഷോഭിക്കാൻ കാരണമുണ്ട്. പക്ഷെ ഒരു കാര്യം അവനില്ലായിരുന്നു, അമ്മയ്ക്കും മരണം വരെ ക്ഷോഭിക്കാൻ കാരണമുണ്ട്. പക്ഷേ എങ്കിട്ട് ആ കാരണങ്ങളൊന്നും കാരണമായി അമ്മ കരുതിയില്ല. ആ കാരണങ്ങളൊന്നും കാരണമായി അമ്മ കരുതിയില്ല. അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോഴേ അതിലെല്ലാം ഇതുണ്ട്. കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തരുന്ന ട്രബിളുകളാണ്. വേറെ ഒരു അക്ഷരത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് വേണമെങ്കിൽ, ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിലില്ലേ 8:2, മത്തായി ശ്ലീഹയുടെ സുവിശേഷം 8:2, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. കുഷ്ഠരോഗി പറഞ്ഞതാണ്. അപ്പം കുഷ്ഠരോഗിക്ക് അത് മനസ്സിലായി. എന്താണ്? ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ നമ്മളെ സൗഖ്യമാക്കാൻ കഴിയും. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ദാറ്റ്സ് കറക്റ്റ്, നീ പറഞ്ഞ കറക്റ്റാണ്. എനിക്ക് ചില വിഷയങ്ങൾക്ക് മനസ്സുണ്ട്, ചില വിഷയങ്ങൾക്ക് മനസ്സില്ല. നിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുക. അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് വേണമെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒത്തിരി പ്രശ്നം ദൈവം ഒഴിവാക്കാത്ത അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ഇപ്പം ഇതെന്താ വിഷയം? പെട്ടെന്നാണ് ഈ അലർജി ചീർത്തിട്ട് വ്രണമായി വൃത്തികേടായി കിടക്കണം. പക്ഷേ ഈശോ സോറി, ഞാനിങ്ങനെ പരീക്ഷിക്കരുതായിരുന്നു നിന്നെ എന്ന് പറഞ്ഞില്ല. പിറ്റേ ദിവസം ആ കൈ പുതിയ കൈ പോലെയായിപ്പോയി. 6 വയസ്സുള്ള രോഗമാണെന്ന് നീ മനസ്സിലാക്കണം. ഇവളൊരു അനുതാപപ്പെട്ട് കഴിഞ്ഞപ്പോഴേ പിറ്റേ ദിവസം ആ കൈ പുതിയ കൈ പോലെ. ഇതെല്ലാം നടക്കുന്നത് 48 മണിക്കൂറുള്ളതാണ്. ദാറ്റ് മീൻസ് ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയുന്നത് the God created problems, and talking about the created problems, ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് വേണമെങ്കിൽ നിൻ്റെ പല കാര്യങ്ങളും ചിന്തിച്ചത്. പക്ഷേ നീ ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ നിനക്ക് ദൈവത്തോട് നീ ഉള്ളിലെങ്കിലും വിചാരിച്ചിട്ടില്ലേ, എന്താണ് ദൈവത്തിന് വേണമെങ്കിൽ എനിക്ക് ആ ജോലി തരാമായിരുന്നു ഇല്ലേ? അങ്ങനെ ദൈവത്തിന് വേണമെങ്കിൽ ആ ചെറുക്കനെ എന്നെ കെട്ടിക്കാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദൈവത്തോട് ബാർഗെയിൻ ചെയ്യും. എന്താണ്? ദൈവത്തിന് വേണമെങ്കിൽ എന്നെ പഠിക്കാൻ വിടാമായിരുന്നു, ദൈവത്തിന് വേണമെങ്കിൽ എനിക്ക് ആ കാലത്ത് വീട് വെക്കാൻ സഹായിക്കാമായിരുന്നു, ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നും പറഞ്ഞ് കുറേ പരിഭവം നീ കൊണ്ടുനടക്കാനുണ്ട് ദൈവത്തിന്. ഇത് ഇന്ന് സന്ധ്യക്ക് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ധ്യാനം നീ കൂടുന്നത് അപ്പോഴെടുത്ത് മാറ്റിയേക്കണം. കാര്യം എന്താണെന്നറിയാവോ? നിൻ്റെ ദൈവം നീയെന്നും പറഞ്ഞ് ജീവിക്കുന്ന ആളാണ്. നിൻ്റെ ഈ തരികിട ചിന്താഗതിയൊന്നുമല്ല. അതായത് നിൻ്റെ ദൈവം നീയെന്നും പറഞ്ഞ് ജീവിക്കുന്ന ആളാണെന്ന് മനസ്സിലാകണമെങ്കിൽ നീ ഇച്ചിരിയും കൂടി വളരണം കൃപയിലും ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും. എന്താണെന്നറിയാമോ? ഇപ്പോൾ ഈ 2 കേസ് മാത്രമല്ല, ഈശോ പണ്ട് മുതലേ ഇങ്ങനെ വൈകിക്കുന്ന ആളാണ്. മനഃപൂർവ്വം ചില കാര്യങ്ങൾ വൈകിക്കും. ഞാൻ ഈശോയോട് ചോദിച്ചിരിക്കേ, നമ്മുടെ ഈ മത്തായിയുടെ സുവിശേഷമില്ലേ 14-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, മത്തായി 14:25 എന്നാ പറയണത്? രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ ഇത് എന്ത് പരിപാടിയാ? 2-ാം യാമത്തിൽ ചെന്നെങ്കിൽ പിന്നെ അത്രയും കുറച്ച് തണ്ട് വെച്ചാൽ മതിയായിരുന്നല്ലേ? ഈ 4-ാം യാമം എന്ന് പറഞ്ഞ കളിയല്ലേ? കാര്യം ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അതായത് 3-4-12 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈശോ ചെന്നിരിക്കുന്ന സമയം ഏതാണ്? കൊച്ചു വെളുപ്പിനാണ്. ഒരു 4 മണി പരുവത്തിൽ ചെന്നിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ പാവത്തുങ്ങൾ സന്ധ്യ തൊട്ട് വെളുപ്പിന് 4 മണി വരെ കടലിൽ തണ്ട് വലിക്കുകയായിരുന്നു. ഇതിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഈശോയ്ക്ക് ചെന്ന് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ചെന്ന് അവരുടെ കൂടെ ഏതായാലും ഈശോ ചെല്ലാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇത്തിരി നേരത്തെ എല്ലാം പാടില്ലേ? ചില സമയത്ത് നമ്മുടെ മനസ്സാക്ഷിയും ദൈവത്തിൻ്റെ മനസ്സാക്ഷിയും വ്യത്യസ്തമായിരിക്കും. ദൈവം ചില വിഷയത്തെ കരുതിക്കൂട്ടി താമസിക്കും. കരുതിക്കൂട്ടി താമസിച്ചതിനെക്കുറിച്ച്
അപ്പോസ്തലന്മാർ പോലും ആശ്ചര്യപ്പെടും. അവസാനം ഈ 4-ാം യാമത്തിൽ ചെല്ലുമ്പോൾ കടൽ, നിങ്ങൾക്കറിയാമല്ലോ അവരുടെ അവസ്ഥ. ഞാനത് കണക്കൂട്ടി നോക്കി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 30 സ്റ്റേഡിയം എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്റ്റേഡിയം. ഈ ദിവസങ്ങളൊക്കെ ഞാൻ ഈ പണി തന്നെ ഇരുന്ന് കരുത്, ഇത് ടാലിയാകാത്ത കുറേ ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് അതായത് ലൂക്ക പറയും ബെത്സയിദയിൽ വെച്ചാണ് അപ്പം വർദ്ധിപ്പിച്ചതെന്ന് പറയും. അപ്പം മർക്കോസ് പറയും ബെത്സയിദയിൽ വെച്ചല്ല, വിജനപ്രദേശത്ത് വെച്ചാണെന്ന് പറയും. അപ്പം യോഹന്നാൻ പറയും അത് ബെത്സയിദയാണ്, പക്ഷേ ബെത്സയിദ അതിന് 2 ബെത്സയിദ. എന്താണ്? ഫിലിപ്പ് രാജാവ് ഉണ്ടാക്കിയ ബെത്സയിദ ജൂലിയൂസ്, അതുപോലെ തന്നെ ഗലീലി ബെത്സയിദ, ഏത് ബെത്സയിദയാണെന്നുള്ളത്. അപ്പം ഇതെല്ലാം തമ്മിൽ കണ്ടുപിടിച്ച് ഹരിച്ചും കുണിച്ചും കണ്ടുപിടിച്ച് എന്താ വെച്ചാൽ പിന്നെ അക്കരയ്ക്ക് പോയി, മറുകരയ്ക്ക് പോയപ്പോൾ എവിടെ നിന്നാണ് മറുകരയ്ക്ക് പോയത്, അതെല്ലാം കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ സുവിശേഷമായിരുന്നുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറുകര എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു ബെത്സയിദ ഉണ്ട്, അവിടെ ഒരു ഗനേസറത്തുണ്ട്. ഇപ്പുറത്തെ കരയിലാണ് ഒരു ബെത്സയിദ ജൂലിയൂസ് ഉള്ളത്. അവിടെയാണ് അപ്പം വർദ്ധിപ്പിച്ചതെന്നാണ് പാരമ്പര്യ വിശ്വാസം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഗനേസറത്താണ് ഉള്ളത് മറുകരയ്ക്ക് പോകുമ്പോഴേ. അത് യോഹന്നാൻ അതിനോട് യോജിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കിലോമീറ്ററാണിത് നോക്കിയപ്പോൾ 9 കിലോമീറ്റർ ഉണ്ട്. ഈ ബെത്സയിദയിൽ നിന്നാണ് മറുകരയ്ക്ക് പോന്നിട്ടുണ്ടെങ്കിൽ അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ രീതി അതാണ്. അത് തീർച്ചയായിട്ടും ഞാൻ യോഹന്നാനെ ഫോളോ ചെയ്യുന്നു. മർക്കോസിനെ ഫോളോ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് അക്യുറസിക്ക് നല്ലത് ഇയാൾ ഈ നാട്ടുകാരനാണ്. അവിടെ ടോപ്പോഗ്രഫി ഇപ്പോൾ യോഹന്നാനെ അറിയാം. ആ ബെത്സയിദക്കാരനാണ് യോഹന്നാൻ എന്ന് പറയുന്ന ആൾ. യോഹന്നാനും അതുപോലെ തന്നെ 2-3 ശിഷ്യന്മാർ അവിടെ നിന്നുണ്ട്. പത്രോസൊക്കെ അവിടെ നിന്നുള്ള ആൾക്കാരാണ്. പത്രോസ് പറഞ്ഞാണ് ഇതൊക്കെ സംഭവം കേട്ടറിഞ്ഞാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ സംഭവം ഉള്ളത്. കാര്യം പത്രോസും ആ നാട്ടുകാരനാണ്. പക്ഷേ കൂടുതൽ നോക്കുമ്പോഴേ യോഹന്നാൻ കുറച്ച് അക്രസീവ് ചെയ്യണ പോലെയൊക്കെ തോന്നും. പക്ഷേ എനിവേ സുവിശേഷത്തിൻ്റെ വിഷയം എന്താണ്? യേശു ചെയ്തു. അത് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ അവരുടെ തിയോളജിക്കൽ ലക്ഷ്യമനുസരിച്ചുകൊണ്ട് അവർ ക്രമീകരിക്കുന്നതാണത്. അവരുടെ മനസ്സിൽ വിജയകുമാർ എത്തിയ സമയത്ത് എന്നോട് ചോദിക്കും, അച്ഛാ അതെങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ അവതരിപ്പിച്ചാൽ വിജയകുമാർ നോനോ അതിവിടെ പറയാൻ പറ്റത്തില്ലെന്ന് പറയും. കാര്യം അത് തമിഴ് ക്രിസ്ത്യൻസ് ആയിരിക്കുന്ന സ്ഥലമാണ്, ചിലരും നോൺ ക്രിസ്ത്യൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ സുവിശേഷം എങ്ങനെ അവതരിപ്പിക്കുക, അത് അതിനെ വേറെ രീതി പറയണം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സുവിശേഷകന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത്, അവർ എവിടെയെല്ലാം സുവിശേഷം വരെ ചെയ്തിട്ടുണ്ട്, ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സുവിശേഷത്തിൻ്റെ അവരോട് ആഭിമുഖ്യമുള്ള ഭാഗങ്ങളെടുത്ത് ക്രമീകരിച്ച് ആണ് പറയണത്. അതാണ് സുവിശേഷത്തിൽ വ്യത്യസ്തമായ അക്കൗണ്ടുകൾ വരണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 9 കിലോമീറ്റർ ഉണ്ട്. 9 കിലോമീറ്റർ ഇവർ തുഴഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും തുഴയാൻ സാധ്യതയില്ല. ഒരു 6 കിലോമീറ്റർ ഉറപ്പായിട്ടും അപ്പോസ്തലന്മാർ തുഴഞ്ഞിട്ടുണ്ട്. 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4-ാം യാമം എന്ന് പറയുമ്പോൾ 6 കിലോമീറ്റർ തുഴയാൻ ചിലപ്പോൾ എന്താ കാര്യത്തിൽ കടക്ഷോഭമല്ലേ, പക്ഷെ കാറ്റ് അവസാനം ഉണ്ടായ സംഭവമാണ്. എങ്കിൽ തന്നെയും യേശുവിന് ഇതിലേതെങ്കിലും ഇപ്പം 2-ാം യാമത്തിൽ 1-ാം യാമത്തിലൊക്കെ വരാം, പക്ഷേ ഈശോ വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളെ ഈശോയ്ക്ക് നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ പരീക്ഷകൾ, നമ്മുടെ പരീക്ഷയുടെ തോൽവി, നമ്മുടെ ജോലി നഷ്ടം, നമ്മുടെ വീട് വെപ്പ്, നമ്മുടെ വിവാഹം നടക്കുന്നത്, നമ്മുടെ മക്കൾ ഉണ്ടാകുന്നത്, ഇതിങ്ങനെയല്ല ഈശോയ്ക്ക് വേണമെങ്കിൽ നേരത്തെ തരാം. അത് നമ്മൾ അനിയത്തി പ്രസവിച്ച് അവിടെ മോള് നഴ്സറി പോയിട്ടും ചേടത്തി പ്രസവിച്ചിട്ടില്ല. അപ്പോഴും ചേടത്തി ചിന്തിക്കണത് എന്താണ്? ഈശോയ്ക്ക് വേണമെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തന്നു, വെറുതെ മനുഷ്യൻ നാണം കിടത്തേണ്ട കാര്യമില്ല. ഇനി ഇപ്പോൾ മച്ചി എന്നൊക്കെ വിളിച്ചില്ലേ? ആര്? അമ്മയമ്മയും വിളിച്ച് കാണും, നാട്ടുകാരും വിളിച്ച് കാണും. അപ്പം അങ്ങനെ വരുമ്പോഴത് അപ്പം അവർ മച്ചിയൊന്നും വിളിക്കത്തില്ല, വാഴയെന്ന് വിളിക്കത്തുള്ളൂ. എന്ത് വാഴ? കൊലക്കാത്ത വാഴ. കുഞ്ഞ് ലഭിക്കാഞ്ഞതിന് നമുക്ക് കിട്ടിയ കുരിശാണ് കൊലക്കാത്ത വാഴ എന്ന വിളിയാണ്. ഈ ഒരു വിളി കിട്ടിയാലുണ്ടല്ലോ, അതായത് നമ്മൾ ഈ സ്വർണത്തിൻ്റെ വാഴക്കൊല നമ്മുടെ കുരട്ടി മുത്തിക്ക് കൊടുത്തെന്ന് ഒരു വലിയ പുരാവർത്തമില്ലേ, അതുപോലെ ഒരു സ്വർണത്തിൻ്റെ വാഴക്കോല നമുക്ക് കിട്ടിയ പോലെ ഇരിക്കും. നമ്മൾ മച്ചിയല്ല, ആണെങ്കിൽ അത് കർത്താവിൻ്റെ കാര്യമാണ്. പക്ഷെ നാട്ടുകാരെ നമ്മൾ വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ നാമത്തിലെടുക്കും. കാര്യം അനിയത്തിക്ക് കൊച്ചിനെ കൊടുത്ത കർത്താവ് തന്നെയല്ലേ ജീവിച്ചിരിക്കണത്. അപ്പോൾ എനിക്ക് തരാമായിരുന്നല്ലോ, തന്നില്ലല്ലോ. അപ്പോൾ ഈശോയ്ക്ക് വേണമെങ്കിൽ എന്നെ സഹായിക്കാമായിരുന്നു, ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് കുട്ടിയെ തരാമായിരുന്നു എന്ന് ചിന്തിച്ച് അവസാനം
ഗർഭിണിയായി കഴിയുമ്പോഴും ഒരു ഓ എന്നും പറഞ്ഞിരിക്കും. ഗർഭിണിയാണ്, വയറൊക്കെ വീർത്തിരിക്കുകയാണ്. ഓ ദൈവമേ നിന്നെ സഹായിച്ച, ഓ കർത്താവ് നിന്നെ സഹായിച്ച മോളെ, എത്ര പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചെന്നറിയാം. ഓ എന്താ കാര്യം? പല പെണ്ണുങ്ങളോട് നാട്ടിൽ പറ്റില്ലെന്ന്. അതാണ് അവർക്ക് താമസിച്ച് പോയതിനുള്ള കെറുവാണ് ദൈവത്തോടെ. പല പെണ്ണുങ്ങളും നാട്ടിൽ പറ്റി കഴിഞ്ഞിട്ടല്ലേ എനിക്ക് കുഞ്ഞിനെ കിട്ടിയെന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ദൈവം മനഃപൂർവ്വം ചെയ്യണതാണെന്ന് നമ്മൾ ധരിച്ചാൽ കാര്യം, അല്ലാതെ കാരണമില്ലല്ലോ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വിശ്വാസി അവകാശിയാണല്ലേ, വിശ്വാസി അവകാശിയല്ലേ. അപ്പം വിശ്വാസി അവകാശിയാകുമ്പോൾ വിശ്വാസിക്ക് ഇത് കിട്ടാൻ ബാധ്യതയാണ്. വീടായാലും സ്ഥലമായാലും ജോലിയായാലും അതെല്ലാം ചേർത്ത് നൽകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം താമസിക്കണതാകാം, അതാണ് ദൈവം താമസിപ്പിക്കണതാകാം. അപ്പം ചില കാര്യങ്ങൾ ഇപ്പം ഈശോ അമ്മയോട് ചെയ്ത പോലെ, അമ്മ ഇത്ര ഉയർന്നത് എങ്ങനെയാണ്? ഉടലോടുകൂടി അമ്മ സ്വർഗത്തിലേക്ക് ഈശോനെപ്പോലെ തന്നെ എടുക്കപ്പെട്ടത് എങ്ങനെയാണ്? ഇതുപോലുള്ള നിലപാടുകൾ, ദൈവത്തിൻ്റെ ഓരോ അടികളും കർത്താവിൻ്റെ കണ്ണിങ്ങനെ തിരിഞ്ഞാൽ അമ്മയത് വായിക്കും. അതുപോലെ ദൈവത്തിനെ വായിച്ച് പഠിച്ചാണ് അവർ ഉടലോടുകൂടി എടുക്കപ്പെട്ടത്. നമ്മൾ മരിയൻ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ നമുക്ക് മുമ്പിലുള്ളൊരു മാതൃക, ടാൻസിബിൾ ആൻഡ് അക്സസബിളായിട്ടുള്ള മാതൃക എന്താണ്? അമ്മയാണ്. ഞാൻ എന്തിങ്ങനെ പറയണമെന്ന് കാര്യം, ഇപ്പം തന്നെ ഇതുപോലെ താമസിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം തന്നെ 14:5 14:15 മത്തായി ശ്രീകാരുടെ സുവിശേഷം തന്നെ അവിടെ ഉണ്ട് ഈ വിഷയം. 14:15 എന്താ പറയണത്? ശിഷ്യന്മാർ വന്ന് സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. ദാറ്റ്സ് ഓക്കെ. അപ്പം ജനങ്ങളെ അപ്പം ഇവിടെ എന്താ പ്രശ്നം? രണ്ട് പ്രോബ്ലമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 14:15 രണ്ട് പ്രോബ്ലം വന്നിട്ടുണ്ട്. ഈ രണ്ട് പ്രോബ്ലവും ക്രിയേറ്റഡ് ബൈ ജീസസ്. എന്താ കാര്യം? യോഹന്നാൻ മാന്താനയുടെ പെടലി വെട്ടിയെന്ന് അറിഞ്ഞപ്പോഴേ കർത്താവ് അന്തിപ്പാസിൻ്റെ ടെറിട്ടറിയിൽ നിന്ന് മൂവ് ചെയ്യുന്നുണ്ട് അവിടെ. കാര്യം അവൻ്റെ ടെറിട്ടറി അവിടെ ഉള്ളത്. പക്ഷേ അപ്പോൾ അത് മൂവ് ചെയ്യാൻ കാരണം അവനെ പേടിച്ചിട്ടൊന്നുമല്ല, ഒരു കാരണമുണ്ട്. അപ്പോസ്തലന്മാരെ ഔട്ട്റീച്ചിന് വിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് അവരുടെ കൈ കൊണ്ട് രോഗം സുഖപ്പെട്ട കാര്യവും സാത്താനെ ഒഴിപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, നിർത്ത്, നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോയിട്ട് ഇത് സംസാരിക്കാം. അപ്പോൾ എന്താണ് ഈ വിജന സ്ഥലത്തേക്ക് പോയത്? ആരാണ്? അപ്പോസ്തലന്മാർ പറയേണ്ടത് ഒരു വിജന സ്ഥലമാണെന്ന്. ഈ വിജന സ്ഥലം ഉണ്ടാക്കിയത് ആരാ? മര്യാദക്ക് ആൾപ്പാർപ്പുള്ള സ്ഥലത്തേക്ക് പോയാൽ പോരാണെന്ന്. ഇത് ഈശോ ഉണ്ടാക്കിയ പരിപാടിയാണ്. നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പോഴും ഇവർ പറയാനുണ്ടല്ലോ വിജന സ്ഥലത്തേക്ക് പോകാം, ഇതൊരു വിജന സ്ഥലമാണെന്ന്. എങ്ങനെ ഉണ്ടാക്കിയതാണ്? അപ്പോസ്തലന്മാരുണ്ടാക്കിയതാണോ? ആകസ്മികമായിട്ട് ഉണ്ടായതാണോ? അല്ല, ഈശോ കരുതിക്കൊണ്ട് ഉണ്ടാക്കിയ വിജന സ്ഥലമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നാട്ടുകാരെ കൊണ്ട് സഹായിക്കാത്ത, അയൽവാസികളെ കൊണ്ട് സഹായിക്കാത്ത, സ്വന്തം കൂടപ്പിറപ്പുകളെ കൊണ്ട് തള്ളിപ്പറയിപ്പിക്കുന്ന വിജന സ്ഥലങ്ങൾ ദൈവം തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൈൻഡ് ഇറ്റ്, ദാറ്റ് ഈസ് ജീസസ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ കർത്താവേ ആരാധിക്കട്ടെ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വിജന സ്ഥലം ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ദൈവമാണ് ക്രിയേറ്റ് ചെയ്യണത്. നീ ഇപ്പോൾ പറയില്ല, എൻ്റെ അച്ഛാ ഇപ്പം എൻ്റെ വീട്ടിൽ ചെന്ന ഭാര്യ പോലും എന്നോട് മുഖത്ത് നോക്കി സംസാരിക്കണില്ല. അപ്പം നീ എന്ത് ചെയ്യണം? അത് വിജന സ്ഥലമായി ശരിക്കും. ചിലപ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം വന്നായിരിക്കും കാര്യമേ, ബിസിനസ് പൊട്ടിപ്പോയതായിരിക്കും കാര്യം. ഭാര്യ അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥയിലേക്കല്ല അവർ ട്രെയിൻ ചെയ്ത് വന്നത് കുഞ്ഞുനാൾ മുതലേ. ചിലപ്പോൾ എല്ലാം നല്ലത് തന്നെ കണ്ട് വളർന്നു വന്ന ആളായിരിക്കും, മോശം കണ്ട് വളർന്ന് കാണത്തില്ല. അപ്പം അവർ നിൻ്റെ മോശം കണ്ടപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അവർ മിണ്ടണില്ല. ഇപ്പം
വിജനസ്ഥലമായി. ഇതാണ് വിജനസ്ഥലം. ദ ഗോഡ് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെ ബാരൻ ലാൻഡ്. ദ ബാരൻ ലാൻഡ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ഇൻ യുവർ ലൈഫ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതൊക്കെ സംഗ്രഹിക്കാനുള്ളതാണെന്നാണ് അമ്മ പറഞ്ഞത്. വിജന സ്ഥലങ്ങളെല്ലാം എന്തിനുള്ളതാണ്? സംഗ്രഹിക്കാനുള്ളതാണ്. ഇപ്പം എന്താണ് നമ്മൾ മുമ്പ് വായിച്ചത്? 14:15 വായിച്ചേ. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു. മത്തായി ശ്ലീഹ, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഈ നേരം വൈകിയത് എങ്ങനെയാണ്? നേരം വൈകിച്ചതാണ്. മര്യാദയ്ക്ക് വലിയ 5 മണിക്ക് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പിള്ളേരെ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അവിടെ ഇരുത്തി സംസാരിച്ചാണ് സംഭവിച്ചത്. നേരം വഹിച്ചത് ആരാ? ഈശോയാണ്. ആരാ നേരം വഹിച്ചത്? നിൻ്റെ കല്യാണം വഹിച്ചത് ആരാണ്? നിനക്ക് മക്കളുണ്ടാകണത് വഹിച്ചത് ആരാണ്? ഈശോയാണ്. എന്താ കാരണം? ഒരു നാണയത്തൊട്ട് തന്നെ കുടികൾ വെക്കപ്പെടുന്നില്ലേ? അതൊന്നുപോലെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാൻ താഴെ വീഴുന്നില്ലെങ്കിൽ, എല്ലാ വീഴ്ചയും ദൈവം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ദൈവത്തിന് അവിടെ എന്തോ നിന്നോട് പറയാനുണ്ട്. ദൈവത്തിന് എന്തോ പാഠമുണ്ട് നിന്നോട് പറയാൻ. കാര്യം ദൈവം എന്ന് പറയുന്നത് എല്ലാം പാഠമാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്താ പറയുന്നത്? എല്ലാം പരിശീലനമാണെന്ന്. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ഏത് ജനതയോട് ദൈവം പറഞ്ഞിട്ടുണ്ട്? യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ദൈവത്തിൻ്റെ മെയിൻ ജോലി എന്താണ്? പഠിപ്പിക്കുകയാണ്. ആരെ പഠിപ്പിക്കും? സ്വന്തം മക്കളെ. സാത്താൻ്റെ കണ്ടവൻ്റെ മക്കളെയല്ല, സ്വന്തം മക്കളെ. അവരുടെ ജീവിതത്തിൽ 5 മിനിറ്റ് നേരത്തെ ആയാലും 5 മിനിറ്റ് വൈകിയാലും ദൈവവൈതലെ നിൻ്റെ ദൈവം അറിയുമെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിള്. ദൈവവൈതലെ ഓരോ അകൽച്ചയും അവസാനമേ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഡിസ്ക്രിപ്ഷൻ ഭയങ്കരമായ നമ്മുടെ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കണതേ, കർത്താവ് കടലിൻ്റെ മീതെ നടന്നു വന്നപ്പോഴേ ഇവർ ഭൂതമെന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അന്നത്തെ വിശ്വാസമാണത് പോകാം. പക്ഷേ അതിനുശേഷം ഇവർ വള്ളത്തിൽ കയറ്റുന്നുണ്ട്. ആരെ? യേശുവിന്. മർക്കോസാണ് വള്ളത്തെ കയറ്റണത്, യോഹന്നാൻ വള്ളത്തെ കയറ്റത്തില്ല. കാര്യം രണ്ടുപേരുടെയും ലക്ഷ്യം വേറെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം ഏതാണ്ട് ആദ്യകാലങ്ങളിൽ എഴുതിയതാണ്. കർത്താവ് കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന, കൈപിടിച്ച് നടക്കുന്ന ഒരു കാലമുണ്ട്, ആദിമസഭയെ വളർത്തിയ കാലം. ആദിമസഭ മാർക്കോസിൻ്റെ കാലം സുവിശേഷം എഴുതുന്നത് റോമാലേഖനം അല്ലെങ്കിൽ കൊരിന്ത്യസ് ലേഖനം ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ആദ്യം എഴുതുന്ന സുവിശേഷമാണ്. അപ്പോൾ ആ കാലങ്ങളിൽ മർക്കോസിൻ്റെ കമ്മ്യൂണിറ്റിയോട് പറയണ ഇതാണ്: ഏത് കടക്ഷോഭം ഉണ്ടായാലും, ഏത് കൊടുങ്കാറ്റുണ്ടായാലും ഒടുവിൽ കർത്താവ് വന്ന് നിൻ്റെ കുടുംബത്തിൻ്റെ വള്ളത്തെ കയറുമെന്ന് പറയും. യോഹന്നാൻ പക്ഷേ എഴുതുന്നത്, സുവിശേഷം എഴുതുന്നത് അങ്ങനെയുള്ള മുട്ടായി കൊടുത്തുള്ള സുഖിപ്പിക്കൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇല്ല. കുറച്ചുകൂടി മച്ചുറായി ആദിമസഭ വളർന്ന് ഡയോക്ലേഷ്യനെ കണ്ടു, കലിഗുലായെ കണ്ടു, അവന്മാരുടെ കൈയിരിപ്പ് അനുഭവിച്ചതിന് ശേഷം വെയിലിൽ കുരുത്തത്, തീയിൽ കുരുത്തത്, വെയിലത്ത് വാടാത്ത ഒരു സഭയോട് യോഹന്നാൻ AD 84 സുവിശേഷം എഴുതുന്നത്. യോഹന്നാൻ പറയും, കർത്താവ് നിൻ്റെ വള്ളത്തെ കയറത്തില്ലെന്ന് പറയും. നീ അത് മുഖച്ചേ ഇരിക്കണ്ട, കർത്താവ് നിൻ്റെ വള്ളത്തെ കയറത്തില്ല. നിൻ്റെ കടല് നീ തന്നെ മുറിച്ചും മുറിച്ച് കടക്കണം. അയ്യോ, എന്ത് മനോഹരമാണ്! കിടക്കാൻ നേരത്താണ് ഞാൻ ഇതെല്ലാം വായിച്ചും പഠിച്ചും കിടക്കാൻ നേരത്താണ് പെട്ടെന്ന് കർത്താവ് പറയണത്. ഞാൻ പിന്നെ എഴുന്നേറ്റ് പുതപ്പൊക്കെ മാറ്റി തിരിച്ചു വന്ന് എഴുതി. കർത്താവെ സൂപ്പറായിരുന്നു. എന്താണ്? യോഹന്നാൻ കർത്താവിന് വള്ളത്തെ കയറ്റുന്നില്ല. അങ്ങനെയുള്ള താൽക്കാലികമായ ഒരു സാന്ത്വനമൊന്നും കൊടുക്കണമില്ല. നിൻ്റെ കടലെ ഞാൻ കൂടെ ഉണ്ടാകും, ഞാൻ കൂടെ ഉണ്ടാകും. അത് 28:20 പറഞ്ഞിട്ടാണ് പോണത്. മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷം 28:20 പറഞ്ഞിട്ട്, യുഗാന്ത്യം വരെ ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാകും എന്ന് വെച്ചാൽ നിൻ്റെ വള്ളത്തിലുണ്ടാകണോ എന്ന് ധരിക്കരുത്. നിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നീ എൻ്റെ കൺമുമ്പിലായിരിക്കും. നിൻ്റെ ഒരു രോമം കൊഴിഞ്ഞു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ഐ വിൽ ബി വിത്ത് യു. അത് നിൻ്റെ കൂടെ ആയിരിക്കും. അതായത് ഇങ്ങനെ പൊക്കിയിട്ട് തിരമാലകൾ ഉയർന്ന്
തട്ടിപ്പൊക്കിയിടുകയും പിന്നെയും ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്ന തിരമാലകളിൽ തണ്ട് വലിക്കുമ്പോൾ തിരയിനും പൊക്കിപ്പിടിച്ച് നിർത്തിയിരിക്കുന്ന വള്ളത്തെ തണ്ട് വലിച്ച ആകാശത്ത് തണ്ട് വലിക്കണ പോലെ ഇരിക്കും. ആ ഇരുട്ടത്ത് എങ്ങനെ വള്ളം മുന്നോട്ട് പോകാനാണ്? അപ്പോഴും വള്ളത്തെ കയറാത്ത ഈശോ, പക്ഷേ വള്ളത്തെ കയറാതെ അവർക്കൊപ്പം നടക്കുന്ന ഈശോ, അത് സുന്ദരമാണ്. ഒപ്പം നടക്കുന്ന ഈശോ. അപ്പോൾ ആ നടന്ന് വരുമ്പോഴേ കർത്താവ് എന്താ പറയണത്? നിൻ്റെ വള്ളം, നിൻ്റെ വിശ്വാസ ജീവിതം, നിൻ്റെ പ്രത്യാശയുടെ ജീവിതം, നിൻ്റെ സുവിശേഷ സാക്ഷികളുടെ ജീവിതം, നീ തന്നെ ഒറ്റക്ക് തുഴഞ്ഞ് നിൻ്റെ കടൽ നീ മുറിക്കും. നീ മുറിക്കണവത്രയും വരം നിന്നെ മുറിക്കാൻ വേണ്ടി ഒരാവേശമായി എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകും. ഒരിക്കലും നിനക്കുണ്ടാകുന്ന ക്രെഡിറ്റ് ഞാൻ വന്ന് സഹായിച്ച് ഞാനായിട്ട് അടിച്ചു മാറ്റത്തില്ല, അത് നിനക്ക് തന്നെയായിരിക്കും. കാര്യം നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് റോമ 6 അനുസരിച്ചിട്ട് വിശുദ്ധനാകാനും വിശുദ്ധനാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിൻ്റെ കടൽ മുറിക്കാൻ നീ തന്നെ നിൻ്റെ തണ്ട് വലിച്ച് നീ തുഴഞ്ഞ് നിൻ്റെ കടൽ നീ മുറിച്ച് കയറും. അതെന്തൊരു സുന്ദരമാണ്. 6:19, 6:21 ആ സുവിശേഷമുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. 6:21